ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് കേരളത്തിലെ ജനജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ലഹരിക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സദസ്സും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകൾക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. 50 ദിവസത്തെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് കേരളത്തിലെ ജനജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ ലഹരിക്കെതിരെ നടത്തുന്ന 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സദസ്സും ബോധവൽക്കരണ ക്ലാസും പന്മന ഇടപ്പള്ളിക്കോട്ട വലിയം സെൻട്രൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണ്ടകൾക്കെതിരെ കർശന നടപടികളുമായി മുന്നോട്ടു പോകും. DJ പാർട്ടികൾക്ക് എതിരല്ലെങ്കിലും അവിടെ ലഹരിമരുന്ന് ഉപയോഗിച്ചാൽ വിലങ്ങു വീഴുമെന്നും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ മരുന്ന് നൽകിയാൽ മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 അധ്യാപികമാർ MDMA വിതരണക്കാരാണ് എന്ന രാത്രിയിൽ പോലീസ് കമ്മീഷണർ വിളിച്ചു പറയുമ്പോഴാണ് വാസ്തവത്തിൽ എന്റെ മനസ്സ് വേദനിച്ചു. കാരണം നമ്മുടെ അധ്യാപകർ കുട്ടികളെ നേർവഴിക്ക് നടത്തിക്കേണ്ടവരാണ്. അവരാണ് കുട്ടികൾക്ക് മാർഗം പറഞ്ഞു കൊടുക്കേണ്ടത്, അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത്, വിദ്യാസമ്പന്നരാക്കുന്നത്. അവരാണ് MDMA പോലെയുള്ള മാരകമായ രാസലഹരി വിതരണം ചെയ്യുന്നത്. കാരണം നേരത്തെ ഈ ഗുണ്ടകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മയക്കുമരുന്ന് കച്ചവടമായിരുന്നു, നല്ല കാശ് കിട്ടുമായിരുന്നു. ഇപ്പൊ അത് കിട്ടുന്നില്ല. അപ്പൊ ആളുകളെ കയ്യിൽ തന്നെ പണം ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണ്ടാപ്പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ഒരു ഗുണ്ടയും തലപൊക്കില്ല. ശക്തമായ നടപടിയുമായി കേരള പോലീസ് മുന്നോട്ട് പോകും. ഞാൻ ക്രൈം കോൺഫറൻസ് എല്ലാവരും എനിക്ക് പുറത്തു പറയാൻ കഴിയില്ല. ശക്തമായി തന്നെ അതിനെ നേരിടും. DJ പാർട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അവരുടെ കൈകളിൽ വിലങ്ങ് വീഴും. DJ പാർട്ടികളെല്ലാം നിന്നു. അപ്പോൾ DJ പാർട്ടികളിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്? 2 കാര്യം കൂടി ഞാൻ പറഞ്ഞു. ഒന്ന്, ആംബുലൻസിലൂടെ ലഹരി വ്യാപനം നിർത്തണം. കാരണം ആംബുലൻസ് വരുമ്പോൾ നമ്മളൊക്കെ മാറിക്കൊടുക്കും, ലൈറ്റൊക്കെ ഇട്ട് വലിയ ശബ്ദമൊക്കെ വ്യൂകളൊക്കെ മുടക്കി വരുമ്പോൾ നമ്മൾ രോഗിയാണെന്നല്ലേ കരുതുന്നത്. ഒരു രോഗിയില്ല, ഡോക്ടറും ഇല്ല, നഴ്സും ഇല്ല, അതിനകത്ത് കഞ്ചാവ് കൊണ്ടുപോകണം. താലൂക്ക് ജമാഅത്ത് യൂണിയൻ പ്രസിഡന്റ് വലിയത്ത് ഇബ്രാഹിംകുട്ടി അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, KC രാജൻ, ഷംല നൌഷാദ്, സന്തോഷ് തുപ്പാശ്ശേരി, അഡ്വക്കേറ്റ് E യൂസഫ് കുഞ്ഞ്, KA ജവാദ്, M അൻസാർ, സിയാദ് വലിയ വീട്ടിൽ, കോഞ്ചേരിൽ ഷംസുദ്ദീൻ, അബ്ദുൾ വാഹിദ്, മനാഫ് വടക്കുന്തല, TH ഷമീർ, J ഖലീലുദ്ദീൻ പൂയപ്പള്ളി, മുഹമ്മദ് ഷാഹിദ് മൗലവി എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും മന്ത്രി ഓപ്പറേഷൻ തൂഫാൻ വാരിയറായി പ്രഖ്യാപിച്ചു. ആദ്യത്തെ തൂഫാൻ വാരിയർ പ്രശസ്ത സിനിമാ താരം ശ്രീ മോഹൻലാലാണ്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തൂഫാൻ വാരിയേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ വെച്ച് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും തൂഫാൻ വാരിയേഴ്സായി ഞാൻ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. നിങ്ങളുടെ ദൗത്യം കേരളത്തിൽ ഒട്ടാകെ ഇതിന്റെ അപകടം പറഞ്ഞ് മനസ്സിലാക്കണം. വാസ്തവത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് കത്തയക്കുന്നതും മെസ്സേജ് അയക്കുന്നതും മെയിൽ അയക്കുന്നതും നമ്മുടെ സഹോദരിമാരും ഉമ്മമാരുമാണ്. ന്യൂസ് ബ്യൂറോ, ചവറ.